ക്രിസ്തുമസ് ധ്യാനം 17-ാം ദിവസം. യേശുവിൻ്റെ ബെത്ലഹേം ജനനത്തെക്കുറിച്ച് വ്യക്തമായ വിവരണം നൽകുന്ന 2 തിരുവചന ഭാഗങ്ങളാണ് ലൂക്ക 2:1-6 വരെയും മിക്ക 5:2-5 വരെയുമുള്ള വാക്യങ്ങൾ. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടാനുള്ള അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരമുള്ള ആദ്യത്തെ പേരെഴുത്തു മൂലമാണ് ജോസഫ് ഗർഭിണിയായ മറിയത്തോടുകൂടെ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയത്. അവിടെ ആയിരിക്കുമ്പോൾ അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഈ തിരുവചനം നമ്മുടെ ധ്യാനത്തിനായി 3 പ്രധാന ചിന്തകൾ നൽകുന്നു. 1. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയുടെ പിന്നിലെ ദൈവ പരിപാലന. ലോകരക്ഷകൻ പിറന്നപ്പോൾ ചക്രവർത്തി തൻ്റെ ലക്ഷ്യം നേടുന്നതിനും സാമ്രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും വേണ്ടി ചെയ്തതെല്ലാം ജനപദങ്ങളെ കൂട്ടിയിണക്കി കർത്താവിൻ്റെ രക്ഷാകരമായ ഇടപെടലിന് വഴിയൊരുക്കുന്ന മാർഗങ്ങളായി മാറി. നിത്യപ്രകാശമായ ദിവ്യ സൂര്യൻ സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി ഈ ഭൂവിൽ അവതരിച്ചപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും തൻ്റെ ഏകജാതൻ്റെ തിരു അവതാരത്തിന് വഴിയൊരുക്കുന്ന അവസരങ്ങളാക്കി മാറ്റി. കർത്താവേ, നിൻ്റെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളുടെയും ജീവിത വഴികളെ പ്രചോഭിതമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2. സകല ജനത്തിനും ജീവൻ്റെ അപ്പമായി തീരേണ്ടവൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബെത്ലഹേമിൽ വന്നു പിറന്നു. അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടി കന്നുകാലികൾക്ക് തീറ്റ ഇട്ടുകൊടുക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. അതിനാൽ അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നത് അവൻ നമുക്ക് അപ്പമായി തീർന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് മൃഗീയമായ പ്രവൃത്തികളാൽ മനുഷ്യൻ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും കരുണാർദ്ര സ്നേഹത്തോടെ മഹോന്നതനായവൻ താണിറങ്ങി വന്ന് നമുക്ക് അന്നമായി തീർന്ന് ജീവൻ പകർന്നു നൽകി. അവിടുത്തെ അനന്ത കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. 3. യേശുവിൻ്റെ ബെത്ലഹേം ജനനത്തിലൂടെ മിക്ക 5:2 നിറവേറി. ബെത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. അവൻ പ്രതാപവാൻ ആകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. മിക്ക 5:2-5 വരെ. അങ്ങനെ തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി അറിയിച്ചതെല്ലാം അവിടുന്ന് നിറവേറ്റി. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതവും ഇതുപോലെ പൂർത്തീകരിക്കാൻ സർവശക്തൻ നമ്മെ സഹായിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.